ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാൻ ഇൻസ്റ്റയിൽ ഒരു NGL ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസേഴ്സ് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ചെയ്യാന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ വീഡിയോ ആണിത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. First question. You give off that everyone has a tiny crush on me, but I act like I don't notice energy, and honestly it's kind of true. ആക്ച്വലി എന്താ ഇല്ല, അങ്ങനെയൊന്നും എനിക്കില്ല. ഞാൻ പകുതി കാര്യം എനിക്ക് മനസ്സിലാവാറില്ല, അതിനുള്ള ബോധമില്ല. പിന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചിലപ്പം മനസ്സിലാവുന്ന പോലെ ഇരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുവർ വ്ലോഗ്സ് ആർ ഗ്രേറ്റ്. താങ്ക് യു. കീപ് അപ്പ് ദ ഗുഡ് വർക്ക്. യാ, യു ആർ പ്രിറ്റി ടു. താങ്ക് യു അഗൈൻ. താങ്ക് യു. യു ആർ സിംഗിൾ റൈറ്റ് നൗ? നോ കമന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗസ് ലൈഫ് ഗോയിങ്? Life is going pretty confusing and line cut. കുഴപ്പമില്ല ലൈഫ്. എന്നാലും പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. കുഴപ്പമില്ല, എന്താണെങ്കിലും നമ്മൾ ജീവിച്ചല്ലേ പറ്റൂ, എന്തൊക്കെയാണെങ്കിലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് കോഴ്സാണ് പഠിക്കുന്നത്? ഞാൻ BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതാണ് ഞാൻ പഠിക്കുന്നത്. Next question. Favorite series? Currently Stranger Things, of course. എനിക്കൊന്നും ഇപ്പൊ ഒരു മെജോറിറ്റി ആൾക്കാരുടെ ഫേവറേറ്റ് സീരീസ് ഇപ്പൊ Stranger Things ആണെന്ന് തോന്നുന്നു. Llego yo de canchil. ¡Camina! 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 Me agarraron la cara los perros. ബട്ട് അത് ഞാൻ പെട്ടെന്നുള്ള ഒരു ഇമ്പൾസ് പറഞ്ഞു കേട്ടോ. Stranger Things ആണ്. ആക്ച്വലി മൈ ഫേവറേറ്റ് സീരീസ് ഇസ് ഹാരി പോട്ടർ ഓൾവേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമൽജ്യോതി ആകെ മാറിപ്പോയല്ലോ. അമൽജ്യോതി മാറിയ സമയത്താണ് ഞാൻ വന്നത്, അതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ വന്നപ്പോഴേക്കും മാറിയായിരുന്നല്ലോ കോളേജ്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? ബേസിക് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഇഡ്ഡലി, ദോശ, സാമ്പാർ, മസാല ദോശ, അങ്ങനത്തെ നോർമൽ ഫുഡ്സ് ആണ് എന്റെ ഫേവറേറ്റ് ഫുഡ്. നീ ആരാ എന്ന് നിനക്ക് അറിയത്തില്ലേ? ഞാൻ എന്നോട് ചോദിക്കുക ഞാൻ ആരാ എന്ന്. അല്ല, അപ്പൊ നീ ആരാ? അപ്പൊ ഞാൻ പൊട്ടനാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്റെ ഫോൺ ഏതാണ്? മൈ ഫോൺ ഈസ് Narzo 70 Pro. Realme Narzo 70 Pro. Which is your favorite color? Blue. Why don't you try modeling? Looking good. Thanks. Modeling up. And the skin and the face and the body. മോഡലിംഗ് ഒക്കെ അത്രയൊന്നും ഇല്ലെന്ന് എനിക്കറിയാം, ചുമ്മാ പറയുന്നതല്ലേ, എനിക്കറിയാം. 2026 റെസൊല്യൂഷൻസ്. 2026 ആക്ച്വലി 2025 എനിക്ക് കുറേ റെസൊല്യൂഷൻസ് ഉണ്ടായിരുന്നു. ആ റെസൊല്യൂഷൻ ഒന്നും എനിക്കിപ്പോൾ ഓർമ്മ പോലും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വലിയ റെസൊല്യൂഷൻസ് ഒന്നുമില്ല 2026. ആകെ ഒരെണ്ണം ഉണ്ട്, അതെനിക്ക് ഡെയിലി ജിമ്മിൽ പോകണമെന്നുണ്ട്. അത്രേ ഉള്ളൂ, വേറൊന്നും എനിക്ക് ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു യു, ഫുഡ് ഓർ ലവ്? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. ഫുഡില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ലവില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ലോയൽറ്റി ഓർ ലുക്സ്? ഓഫ് കോഴ്സ് ലോയൽറ്റി. ഐ ആം വെരി മച്ച്, അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. Keep up your vlogs, they are kind of good right now. Yeah, of course, sure. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും. ട്രഡീഷണൽസ് ഓർ മോഡേൺ? ട്രഡീഷണൽസിൽ എനിക്ക് എന്നെ കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിരുന്നത്. മോഡേൺ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ട്രഡീഷണൽസിലാണ് ഞാൻ കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിരുന്നത്. Kind of crazy how we used to be inseparable in middle school and now you are this whole new person everyone knows. Bet you don't even remember half the people from back then. Of course I remember everyone. എനിക്ക് എല്ലാവരും ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എല്ലാവരും അല്ല, ഓൾമോസ്റ്റ് എനിക്ക് എൻ്റെ കൂടെ LKG തൊട്ട് പഠിച്ച എല്ലാവരും ഓർമ്മയുണ്ട്. അവർക്കൊന്നും എന്നെ ഓർമ്മയില്ല. നേരെ തിരിച്ചു പറഞ്ഞേക്കുന്നത്, എനിക്ക് എല്ലാവരും ഓർമ്മയുണ്ട്. What's one thing YouTube has taught you? What's one thing YouTube has taught you? YouTube എന്താ എന്നെ പഠിപ്പിച്ചെന്ന് ചോദിച്ചാല് കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് യൂട്യൂബ് എന്നെ പഠിപ്പിച്ചു. ബിക്കോസ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ടെങ്കിലും ഐ വാസ് നോട്ട് ദാറ്റ് കൺസിസ്റ്റൻറ്റ്. ഞാൻ അങ്ങനെ എപ്പോഴും
അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നു. അപ്പം അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണെന്ന് എനിക്ക് മനസ്സിലായി യൂട്യൂബില്. എല്ലാ കാര്യത്തിലും നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യത്തിലും കൺസിസ്റ്റൻസി ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് മേക്സ് യു ജെനുവിൻലി ഹാപ്പി? യൂസിങ് മൈ ഫുൾ പൊട്ടൻഷ്യൽ, ദാറ്റ് മേക്സ് മീ ജെനുവിൻലി ഹാപ്പി. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തത് എൻ്റെ ഫുൾ എഫേർട്ട് ഇട്ടിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ആ കാര്യത്തിൽ ചെയ്യാൻ സാധിച്ചെങ്കിൽ ദാറ്റ് മേക്സ് മീ സോ ഹാപ്പി. കുറച്ചുകൂടെ ചെയ്യായിരുന്നു എന്നുള്ളൊരു ഫീൽ നമുക്ക് ഉണ്ടാവത്തില്ല ചില കാര്യം ചെയ്യുമ്പോൾ ഇടയ്ക്ക്. അതെനിക്ക് ഭയങ്കര റിഗ്രറ്റാണ്. ഫുള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ then I am so happy. One habit you are trying to improve? Vlogs, YouTube, content making. Content creating ഞാൻ ഇംപ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരു ഫീൽഡാണ്. ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുണ്ട് ഒത്തിരി സർക്കാസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് വൈബ് മെന്റാലിറ്റി ഉള്ളവർക്ക് ഇത് കുറച്ചുകൂടെ എളുപ്പമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ അത്ര സർക്കാസ്റ്റിക്, ഞാൻ ചളിയൊക്കെ അടിക്കുമെങ്കിലും അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ കണ്ടന്റ് മേക്കിംഗ് എളുപ്പമാണെന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. അതൊരു നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഫീൽഡാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിവേസ് ഐ എം ട്രൈയിങ്. പിന്നെ എഡിറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വാട്ട്സ് യുവർ മോസ്റ്റ് യൂസ്ലെസ് ടാലന്റ്? മൈ മോസ്റ്റ് യൂസ്ലെസ് ടാലന്റ്, ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് എ ടാലന്റ്. ഞാൻ ചുമ്മാ ചിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നത് എന്ത് കോമഡി കേട്ടാലും ഞാൻ ചിരിക്കും തോന്നുന്നു. അത് എന്റെ ടാലന്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ഒരു യൂസ്ലെസ് ആയിട്ട് തോന്നാറുണ്ട് ചിലപ്പോൾ. എപ്പോഴേലും പരിചയമുള്ള ഒരു വ്ളോഗറായിട്ട് കൊളാബ് ചെയ്യാൻ അവസരം കിട്ടിയാൽ ആരെ ചൂസ് ചെയ്യും? അങ്ങനെ ചോദിച്ചാൽ എന്താ, ഇപ്പം എനിക്കറിയുന്ന കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്, കുറെ മീൻസ് അത്യാവശ്യമുണ്ട്. അപ്പം ആര് ചോദിച്ചാൽ ആരാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ആരായിട്ടാണെങ്കിലും കൊളാബ് ചെയ്യും, എല്ലാവരുമായിട്ട് ചെയ്യാൻ നമുക്ക്, നോ പ്രോബ്ലം. One thing you're bad at but still do confidently? Content making, maybe, because I don't think I'm good at that. ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ടെങ്കിലും ഇതിൽ ഞാൻ അത്ര എക്സ്പേർട്ട് ആണെന്നോ നല്ലതാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ഞാൻ ഇടുന്നു, കോൺഫിഡൻ്റ് ആയിട്ട് ഇടുന്നു. ബെസ്റ്റ് എഡിറ്റർ യു നോ? ധർമ്മൻ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചേക്കുന്നത് എനിക്കറിയാം. Do anyone ever body shamed you? ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നേ. അപ്പം അത്യാവശ്യം നല്ല വണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനൊത്തിരി ബോഡി ഷേമിങ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്നാ കുറെ ഇങ്ങനെ വണ്ണം ഉള്ളതുകൊണ്ട് അങ്ങനെ നല്ലതായിട്ട് ബോഡി ഷേമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അന്നത്തെ കാര്യം പറഞ്ഞ് ഇപ്പോഴും കിട്ടാറുണ്ട്. ബെസ്റ്റ് സബ്സ്ക്രൈബർ എൻ്റെ എല്ലാ വീഡിയോയ്ക്കും ലൈക്ക് അടിക്കും, എല്ലാ വീഡിയോയ്ക്കും കമന്റ് ഇടും, എല്ലാ വീഡിയോയും കാണുന്ന ആളാണ് ബെസ്റ്റ് സബ്സ്ക്രൈബർ. അങ്ങനെ ഒരാളായിട്ട് തോന്നി. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരാളായിട്ടില്ല, കുറേ പേരുണ്ട്. ഉണ്ട്. എൻ്റെ ബെസ്റ്റ് സബ്സ്ക്രൈബർ ഞാൻ പറയാം, എൻ്റെ അമ്മയാണ് എൻ്റെ ബെസ്റ്റ് സബ്സ്ക്രൈബർ. അമ്മ കമന്റ് ഇടുകയും ചെയ്യും, എല്ലാ കമന്റ് എടുത്ത് നോക്കുകയും ചെയ്യും. ആരൊക്കെ ഏതൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടെന്ന് അമ്മയോട് ചോദിച്ചാൽ അമ്മയ്ക്കായിരിക്കും കുറച്ചുകൂടെ അറിയാം. എന്ന് പറഞ്ഞാൽ അമ്മ സപ്പോർട്ടറൊന്നും അല്ല കേട്ടോ, എല്ലാ കാര്യവും സപ്പോർട്ടൊന്നും ചെയ്തൊന്നുമില്ല, ബട്ട് ബെസ്റ്റ് സബ്സ്ക്രൈബർ. കോളേജിലെ പ്രോഗ്രാമിന് ആ ലൈറ്റ്സ് ഉള്ള ഡ്രസ്സിൽ കൊള്ളാമായിരുന്നു. ലൈറ്റ് ഉള്ള ഡ്രസ് മീൻസ് ദാറ്റ് അന്ന് ഏഞ്ചൽ ആയിട്ട് ഒരുങ്ങിയതിന്റെ ആ ലൈറ്റിന്റെ വെട്ടത്തിൽ ലുക്ക് സോ ഗുഡ്. ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് അതിന്റെ ഒരു കലയായിരിക്കും അല്ലേ? എനിവേ ഇറ്റ് സ്യൂട്ട്സ് യു. താങ്ക് യു. അത് ആക്ച്വലി നമ്മള് ക്രിസ്മസ് പ്രോഗ്രാമിന് ഒരു ഏഞ്ചലിന്റെ റോള് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് തന്നെ അപ്പം കയ്യിലൊക്കെ ലൈറ്റ്സും അങ്ങനെ ഫുൾ ലൈറ്റ് ആയിട്ട് ഫിറ്റൊക്കെ ചെയ്ത് ഫുൾ കത്തി നിൽക്കുന്ന ഒരു വൈബായിരുന്നു. അത് നല്ല ഡ്രസ്സാണ്, എനിക്കും അത് ഇഷ്ടപ്പെട്ടായിരുന്നു. താങ്ക് യു. ഡു യു വാണ്ട് എ ഗിഫ്റ്റ് ഫ്രം എനിവൺ? ഓഫ് കോഴ്സ് ഐ ലവ് ഗിഫ്റ്റ്സ്. തരൂ, ഞാൻ മേടിച്ചോളാം, എന്തോരം വേണമെങ്കിലും മേടിച്ചോളാം. Best driver you know except your dad? My mom is the next best driver and my sis next. എനിക്ക് മാത്രമാണ് എൻ്റെ കുടുംബത്തില് ഡ്രൈവ് ചെയ്യാൻ അറിയാത്തത്. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാം കേട്ടോ, പക്ഷെ ഞാൻ ഓടിക്കത്തില്ല. അങ്ങനെ എനിക്ക് പേടിയാണ്. ഞാൻ ഒരു ദിവസം സ്കൂട്ടിയിൽ നിന്ന് വീണ് കഴിഞ്ഞ പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് വണ്ടി ഓടിക്കാൻ. ബാക്കി എൻ്റെ വീട്ടിലുള്ള എല്ലാവരും വണ്ടി ഓടിക്കും, എൻ്റെ ഇളയ എനിക്ക് ഒഴിച്ച് എല്ലാവരും ഓടിക്കും. What all things you use to make your face beautiful? I mean artificial beauty. അങ്ങനെ ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി ആയിട്ട് ഞാൻ എന്താ യൂസ് ചെയ്യാറ്? ഞാൻ കണ്ടെഴുതും ഐലൈനർ വെച്ചിട്ട്, പിന്നെ സൺസ്ക്രീൻ ഇടും, അതൊക്കെ ആർട്ടിഫിഷ്യൽ ബ്യൂട്ടിയാണ്. അത് ഫേസ് കെയർ അല്ലേ, സ്കിൻ കെയർ അല്ലേ. പിന്നെ ഐബ്രോസ്, ലിപ് ബാം, ദാറ്റ്സ് ഓൾ. പിന്നെ നിങ്ങൾ പരിപാടിയൊക്കെ വരുവാണെങ്കിൽ
യൂസ് ചെയ്യാറുണ്ട്. അത് അത്രയ്ക്കൊന്നും ഇല്ല, കാരണം എൻ്റെ ഫേസിൽ എനിക്ക് ആക്നെ പ്രോൺ സ്കിന്നാണ്. സോ എനിക്ക് ഒത്തിരി പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് പിമ്പിൾസ് വരും. അവസാനമായിട്ട് കണ്ട ഫ്രണ്ട്, അത് സ്കിപ്പ് ചെയ്തോ കേട്ടോ. എല്ലാ ആൻസറും കർമ്മന. ഡു യു ഹാവ് എ പെറ്റ്? ഐ ലവ് പെറ്റ്. ഐ റിയലി നീഡ് എ പെറ്റ്. എനിക്കൊരു പെറ്റ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഒരു ഡോഗിനെ വേണം. പക്ഷെ എൻ്റെ വീട്ടില് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ല ഇങ്ങനെ പെറ്റ്സിനെ വളർത്തുന്നത്. അമ്മയ്ക്ക് അത് ഭയങ്കര, അതിൻ്റെ കൂടെയൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഇല്ല, ഭാവിയിൽ മേടിക്കണം. ഏറ്റവും നല്ല സ്കൂൾ മെമ്മറി മീൻസ് കുറേ മെമ്മറീസ് ഉണ്ട് ഗൈസ്. നല്ലതായിട്ട് എനിക്ക് ഓണം നല്ല ഓർമ്മയുണ്ട്. +1 ഓണം, അതില് ഞാൻ വടംവലിക്ക് കയറിയത്, അതെനിക്കിപ്പോൾ ആദ്യം ഓർമ്മ വന്നു കേട്ടോ. അതുകൊണ്ടാണ്. കുറെ വേറെ ഉണ്ട്, ഇഷ്ടംപോലെ നല്ല മെമ്മറീസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഓർമ്മ വന്നോണ്ട് പറയാം. വടംവലിക്ക് കയറിയിട്ട് ഞാനിങ്ങനെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുമോ, എനിക്ക് വലിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒറ്റ വലിയില് ഞങ്ങളുടെ ടീമിനെ എടുത്ത് അങ്ങോട്ടെടുത്ത് മറിച്ചിട്ടു അപ്പുറത്തെ ടീമുകാർ. അതെനിക്ക് നല്ലൊരു മെമ്മറി. ഞാൻ ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഊർന്ന് അങ്ങോട്ട്. അതൊരു നല്ല മെമ്മറിയാ, പക്ഷെ അതൊരു പൊട്ട മെമ്മറിയാ അല്ലേ. Do you love eating? Of course I love eating. നല്ല ടേസ്റ്റി ഫുഡ്സ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിക്കുമ്പോൾ എൻ്റെ മൂഡ് പെട്ടെന്ന് മാറും. പിന്നെ പുതിയ ഫുഡ്സ് ട്രൈ ചെയ്യാനും ഇഷ്ടമാണ്. നമ്മുടെ മൂഡ് ചേഞ്ചിങ്, പെട്ടെന്ന് മൂഡ് മാറ്റാൻ പറ്റിയ ഒരു സംഭവമാണ് ഫുഡ് എന്ന് പറയുന്നത്. നല്ല മൂഡിലല്ലെങ്കിൽ നല്ല ഫുഡ് മേടിച്ച് കഴിച്ചാൽ മതി, മൂഡ് മാറും. ബിഗസ്റ്റ് ലേസിനെസ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഫോൺ നോക്കിയിരിക്കുക. ഓഫ് കോഴ്സ് പ്രോക്രാസ്റ്റിനേഷൻ, അത് തന്നെ കേട്ടോ. ഫോൺ നോക്കി വെറുതെ ടൈം കളയാറുണ്ട്, റീൽസ് കണ്ട് ടൈം കളയാറുണ്ട്. സംതിങ് ദാറ്റ് അനോയ്സ് യു ഈസിലി. അനോയ്സ് എന്ന് പറയുമ്പം ഇറിറ്റേറ്റിംഗ്, ഭയങ്കരമായിട്ട് അനോയ് ചെയ്യാറുണ്ട്. ഉറക്കെ സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര അനോയിങ്. ഇറിറ്റേറ്റിങ്ങിനേക്കാളും ഉറക്കെ സംസാരിക്കുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും കോമഡി ഒക്കെ പറയുമ്പോൾ ഉറക്കെ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ബട്ട് റേസിംഗ് വോയിസ് അങ്ങനെ എനിക്ക് ഭയങ്കര അനോയിങ് ആണ്, എന്തെങ്കിലും പറയുമ്പോഴൊക്കെ. വാട്ട്സ് വൺ തിങ് യു ഓവർ റിയാക്ട് ഫോർ നോ റീസൺ? ഞാൻ ഓവർ റിയാക്ട് ചെയ്യുന്നത്, ഞാൻ എന്തെങ്കിലും ചിലപ്പം ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നത്തില്ലേ. ലൈക്ക് ചിലപ്പോൾ ചില പാട്ട് കേട്ടാല് അല്ലെങ്കിൽ ചില മൂവീസ് കണ്ടാല് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നില്ല. അപ്പൊ ഞാൻ ഭയങ്കര ഓവർ റിയാക്ട്, വാവ് അമേസിങ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഓവർ റിയാക്ട് ചെയ്യാറുണ്ട്. അതിലും വേറൊരെണ്ണം കൂടെ ഉണ്ട്. ഇപ്പം ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് വെച്ചേക്ക്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഭയങ്കര അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓവർ റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അടുത്തിരിക്കുന്നവരൊപ്പം എനിക്ക് മൊത്തത്തിൽ എല്ലാത്തിലും കുറച്ച് ഓവർ റിയാക്ടിങ് ഉള്ളതാണ്, എല്ലാ കാര്യത്തിലും ഉണ്ടത്. വാട്ട്സ് യുവർ ഐ സ്റ്റാർട്ട് ഫ്രം ടുമോറോ ഹാബിറ്റ്? ജിമ്മിൽ പോവാം. അത് കുറച്ച് നാളായിട്ട് എനിക്കൊന്നൊരു ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 6 months ആയിട്ട് ഞാൻ ഡെയിലി പറയുന്ന ഒരു സെന്റൻസ് ആയി മാറിയിരിക്കുകയാണ്, ഞാൻ ജിമ്മിൽ പോവാ. ഈ 6 months ഇടയ്ക്ക് ഞാൻ ആകെ പോയിട്ടുള്ള ഒരു ദിവസം പോയി ജിമ്മിൽ, അത് കഴിഞ്ഞിട്ട് പോയിട്ടില്ല. അപ്പൊ എനിക്ക് 2026 പോണമെന്നുണ്ട്, പറ്റുമായിരിക്കും. യുവർ ഫോൺ സ്ക്രീൻ ടൈം, ബി ഓണസ്റ്റ്. സ്ക്രീൻ ടൈം ഇല്ലേ, ഇപ്പൊ ടൈം 11:41. ഇപ്പോഴത്തെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് കുറവായിരിക്കും. 2 hours 24 minutes ഇതാണ് ഇന്നത്തെ സ്ക്രീൻ ടൈം. ബട്ട് യൂഷ്വലി ഇറ്റ്സ് ലൈക്ക് 6 hours സംതിങ്. കോളേജ് ഉള്ള ടൈം ഒക്കെ ആണെങ്കിൽ 4 or 3 ആയിരിക്കും, അല്ലെങ്കിൽ 6, 8, 10, 11 വേരീസ്, ഡിഫറൻസ്. യുവർ ബെസ്റ്റ് യൂട്യൂബ് റിവാൽറി? ആക്ച്വലി റിവാൽറി, അങ്ങനെ റിവാൽറി എന്നാണോ പറയുന്നത് ആ വേർഡിനെ? റൈവൽറി ആണോ? റൈവൽറി. സോ റൈവൽറി അങ്ങനൊന്നും എനിക്കില്ല. എനിക്കിങ്ങനെ കുറെ യൂട്യൂബേഴ്സ് ഇപ്പൊ ഉണ്ട്, എനിക്കറിയാവുന്ന കുറെ പേരുണ്ട് കേട്ടോ, എന്റെ ഫ്രണ്ട്സും എന്റെ സെയിം ഏജ് ഉള്ളവരൊക്കെ. അപ്പം ഐ ഡോണ്ട് നോ, എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ കമ്പാരിയൻസ് ഉള്ളത്. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചില ഫ്രണ്ട്സിനോടൊക്കെ പറയാം കൊളാബ് ചെയ്യണമെന്നൊക്കെ പറയും. ആക്ച്വലി ഐ ലൈക്ക് ഇറ്റ്. അങ്ങനെ അവരുടെ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ വരുന്നതൊക്കെ അങ്ങനെയൊക്കെ, അതൊക്കെ നൈസാ. വാട്ട്സ് യുവർ ടാലന്റ് ദാറ്റ് നോബഡി ആസ്ക്ഡ് ഫോർ? മിക്ക ടാലന്റും അങ്ങനെ ആരും ചോദിക്കാറില്ല. എന്നതാ ഇപ്പൊ പറയുന്നേ? വാട്ട്സ് യുവർ ടാലന്റ് ദാറ്റ് നോബഡി ആസ്ക്ഡ് ഫോർ? ഐ ഡോണ്ട് നോ ഗൈസ്, എനിക്ക് കിട്ടുന്നില്ല അതിന്റെ ആൻസർ. ബെസ്റ്റ് യൂട്യൂബർ ഇൻ യുവർ കോണ്ടാക്ട് ലിസ്റ്റ്? ഈ ക്വസ്റ്റ്യൻ ആരാ ഇട്ടെന്ന് എനിക്കറിയില്ല. എന്റെ കോണ്ടാക്ട് ലിസ്റ്റ് ഞാനുണ്ട്, സോ ഞാൻ തന്നെ. സ്വീറ്റ് ഓർ സ്പൈസി? ഓഫ് കോഴ്സ് സ്വീറ്റ്. എനിക്ക് ഒത്തിരി സ്പൈസി ഫുഡ്സിനെക്കാളും സ്വീറ്റ് ഫുഡ്സ് ആണ് ഇഷ്ടം. വാട്ട്സ് യുവർ കംഫർട്ട് ഫുഡ് അറ്റ് മിഡ് നൈറ്റ്?
മിഡ് നൈറ്റ് ചോക്ലേറ്റ് കേക്ക്സ് അങ്ങനെ ഇഷ്ടമാണ്. പുഡിങ്സ്. Why no capture by DTM in latest videos? Actually, DTM ധർമ്മനാണ് എന്റെ വീഡിയോസ് കുറെയൊക്കെ എഡിറ്റ് ചെയ്ത് തരുന്നത്. അത്യാവശ്യം വ്യൂസ് ഉള്ള വീഡിയോസ് എല്ലാം അവൻ എഡിറ്റ് ചെയ്ത് തരുന്നത് എനിക്ക്. അപ്പം ഇപ്പൊ അവൻ കുറച്ച് നാളത്തേക്ക് അവൻ ദുബായിൽ പോയേക്കുമായിരുന്നു. അതുകൊണ്ടാണ് no capture by DTM in latest videos. What's your most used emoji? മറ്റേ ഇങ്ങനെ ചിരിക്കുന്ന ഒരു ഇമോജി ഇല്ലേ, ഈ ഇമോജിയാണ് ഞാൻ ഇവിടെ കാണിക്കാം. ഇങ്ങനെ ചിരിക്കുന്ന ഒരെണ്ണം, ചെറിയൊരു ചിരി, അതാ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതാണ്. പിന്നെ കരയുവാണോ ചിരിക്കുവാണോ എന്നൊന്നും ആർക്കും അറിയത്തില്ലല്ലോ. പിന്നെ അത് നമുക്ക് ഒത്തിരി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോജിയാ. ആ ഇമോജി ഒത്തിരി എക്സ്പ്രഷൻസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഇമോജി. കാര്യം സംഭവം സിമ്പിൾ ആണെങ്കിലും ഹോൾഡ് സോ മച്ച് എക്സ്പ്രഷൻസ്. വാട്ട് സംതിങ് യു കാൺട്ട് ലീവ് വിത്തൗട്ട്? യാപ്പിംഗ്. ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാം. അതെനിക്ക് അങ്ങനെ സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. ദാറ്റ്സ് സംതിങ് ഐ കാൺട്ട് ലീവ് വിത്തൗട്ട്. മേ ബി ഞാൻ മിണ്ടാതിരിക്കാറുണ്ട് കേട്ടോ. അപ്പം മിണ്ടുവാണെങ്കിൽ ഞാൻ കുറെ മിണ്ടും, അല്ലെങ്കിൽ ഞാൻ മിണ്ടായിരിക്കും. സംതിങ് ഐ കാൺട്ട് ലീവ് വിത്തൗട്ട് എന്ന് പറയുന്നത് യാപ്പിംഗ് മേ ബി. സോ ഇനി കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഐ ഗസ് നമുക്കിതൊരു പാർട്ട് 2 ആയിട്ട് ഇറക്കാം. സോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പാർട്ട് 2 ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. അതുവരെ ബൈ.